ശാന്തി 11/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ നാടകം പൂർത്തിയാകുന്നു. നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ഈ ലോകത്തോടുള്ള മമത്വം ഇല്ലാതാക്കൂ. വീടിനെയും പുതിയ രാജ്യത്തെയും ഓർമ്മിക്കൂ. ചോദ്യം: ദാനത്തിന് മഹത്വമുള്ളത് എപ്പോഴാണ്? അതിൻ്റെ റിട്ടേൺ ഏത് കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്? ഉത്തരം: ദാനത്തിന് മഹത്വമുള്ളത് ദാനം ചെയ്യപ്പെട്ട വസ്തുവിൽ മമത്വം ഇല്ലാതിരിക്കുമ്പോഴാണ്. ദാനം ചെയ്യുകയും പിന്നീട് ഓർമ്മ വരികയുമാണെങ്കിൽ അതിനുള്ള ഫലം റിട്ടേണായി പ്രാപ്തമാവുക സാധ്യമല്ല. ദാനങ്ങൾ നടക്കുന്നത് തന്നെ അടുത്ത ജന്മത്തേക്ക് വേണ്ടിയാണ്. അതിനാൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ പക്കൽ എന്തെല്ലാമുണ്ടോ അവയോടുള്ള മമത്വം മാറ്റൂ. ട്രസ്റ്റിയായി സംരക്ഷിക്കൂ. നിങ്ങൾ ഇവിടെ ഈശ്വരീയ സേവനത്തിൽ എന്ത് വിനിയോഗിക്കുന്നുവോ, ഹോസ്പിറ്റലും കോളേജും തുറക്കുന്നുവോ, അതിലൂടെ അനേകരുടെ മംഗളം ഉണ്ടാകുന്നു. അതിനുള്ള റിട്ടേണായി 21 ജന്മത്തേക്ക് ലഭിക്കുന്നു. ഓം ശാന്തി. കുട്ടികൾക്ക് തൻ്റെ വീടും തൻ്റെ രാജധാനിയും ഓർമ്മയുണ്ടോ? ഇവിടെ ഇരിക്കുമ്പോൾ പുറമേയുള്ള വീടിൻ്റെയോ തൊഴിൽ കാര്യങ്ങളുടെയോ മറ്റോ ചിന്ത വരാൻ പാടില്ല. തൻ്റെ വീട് മാത്രം ഓർമ്മ വരണം. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്കുള്ള റിട്ടേണാണ്. ഈ പഴയ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. എല്ലാം അഗ്നിയിൽ സ്വാഹയാകും. എന്തെല്ലാം ഈ കണ്ണുകളിലൂടെ കാണുന്നുവോ, ബന്ധുമിത്രാദികളും മറ്റും, ഇവയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. ഈ ജ്ഞാനം ബാബ തന്നെയാണ് ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. കുട്ടികളെ, ഇപ്പോൾ തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നാടകം പൂർത്തിയാകുന്നു. ഇത് 5000 വർഷത്തിൻ്റെ ചക്രമാണ്. ലോകം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതിന് ചക്രം കറങ്ങുന്നതിന് 5000 വർഷം എടുക്കുന്നു. ഏതെല്ലാം ആത്മാക്കളുണ്ടോ എല്ലാവരും തിരികെ മടങ്ങും. ഈ പഴയ ലോകം തന്നെ സമാപ്തമാകും. ബാബ വളരെ നല്ല രീതിയിൽ ഓരോ കാര്യവും മനസ്സിലാക്കിച്ചു തരുന്നു. ചില അവലക്ഷണം പിടിച്ചവരുണ്ടാകുന്നു. വെറുതെ തൻ്റെ സ്വത്ത് പാഴാക്കിയിരിക്കുന്നു. ഭക്തി മാർഗത്തിലും ദാനപുണ്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ചിലർ ധർമ്മശാല നിർമ്മിച്ചു, ചിലർ ഹോസ്പിറ്റൽ നിർമ്മിച്ചു. ഇതിനുള്ള ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കും എന്ന ബുദ്ധിയിൽ മനസ്സിലാക്കുന്നു. ഒരു ആഗ്രഹവുമില്ലാതെ അനാസക്തമായി ആരെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഫലത്തിൻ്റെ ആഗ്രഹം നമ്മൾ വയ്ക്കുന്നില്ല എന്ന് വളരെ പേർ പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. ഫലം തീർച്ചയായും ലഭിക്കുന്നു. ആരുടെയെങ്കിലും പക്കൽ ധനമുണ്ടെന്നിരിക്കട്ടെ, അവർ ദാന ധർമ്മങ്ങൾക്ക് വേണ്ടി കൊടുത്തുവെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ലഭിക്കും എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കും. അഥവാ മമത്വം വന്നുവെങ്കിൽ ഇത് എൻ്റെ വസ്തുവാണ് എന്ന് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ അവിടെ ലഭിക്കുകയില്ല. ദാനം നടക്കുന്നത് തന്നെ അടുത്ത ജന്മത്തേക്ക് വേണ്ടിയാണ്. അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു എന്നിരിക്കെ പിന്നെ ഈ ജന്മത്തിൽ മമത്വം എന്തിനു വയ്ക്കുന്നു? അതിനാൽ തൻ്റെ മമത്വം മാറുന്നതിനായി ട്രസ്റ്റിയാക്കുന്നു. ആരെങ്കിലും നല്ല ധനികൻ്റെ വീട്ടിൽ ജന്മം എടുക്കുന്നെങ്കിൽ പറയും അയാൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടാകും എന്ന്. ചിലർ രാജാറാണിയുടെ പക്കൽ ജന്മമെടുക്കുന്നു. കാരണം ദാനപുണ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതാകട്ടെ അല്പകാലത്തെ ഒരു ജന്മത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പഠനം പഠിക്കുകയാണ്. ഈ പഠനത്തിലൂടെ നമുക്ക് ഇതായി മാറണം എന്ന് അറിയുന്നുണ്ട്.
അതിനാൽ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ഇവിടെ ആര് ദാനം ചെയ്യുന്നുവോ അവയിലൂടെ ഈ ആത്മീയ യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും തുറക്കുന്നു. ദാനം ചെയ്തു എങ്കിൽ പിന്നെ അവയോടുള്ള മമത്വം മാറ്റണം. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി ബാബയിൽ നിന്നും എടുക്കുകയാണ്. ഈ ബാബ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നുണ്ട്. ഇതാകട്ടെ ടെമ്പററി ആണ്. ഇല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ എവിടെ കഴിയുവാനാണ്? എല്ലാവരും കൊടുക്കുന്നത് ശിവബാബയ്ക്കാണ്. യജമാനന് ആ ഒന്നാണ്. ആ ഒന്ന് ഇദ്ദേഹത്തിലൂടെ, ബ്രഹ്മാവിലൂടെ ഇത് ചെയ്യിക്കുന്നു. ശിവബാബയാകട്ടെ രാജ്യം ഭരിക്കുന്നില്ല, സ്വയം ദാതാവാണ്. ആ ഒന്നിന് ഏതിൽ മമത്വമുണ്ടാകുവാനാണ്? ഇപ്പോൾ ബാബ ശ്രീമത്ത് നൽകുന്നു. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. മുൻപ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നപ്പോൾ മൃത്യുവിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. അതിനാൽ പഴയ ലോകം തന്നെ ഇല്ലാതാകേണ്ടതുണ്ട്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് തന്നെ ഈ പതീത ലോകത്തെ ഇല്ലായ്മ ചെയ്യുവാനാണ്. ഈ രുദ്രയജ്ഞത്തിൽ മുഴുവൻ പഴയ ലോകവും സ്വാഹ ആകേണ്ടതുണ്ട്. എന്തെല്ലാമാണോ തൻ്റെ ഭാവിയെ ഉണ്ടാക്കുന്നത് അത് പുതിയ ലോകത്തായിരിക്കും ലഭിക്കുക. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ എല്ലാം സമാപ്തമായി പോകും. ആരെങ്കിലുമൊക്കെ അനുഭവിക്കും. ഇക്കാലത്ത് മനുഷ്യർ കടമായും കൊടുക്കുന്നുണ്ട്. വിനാശം ഉണ്ടാകുമ്പോൾ എല്ലാം ഇല്ലാതായി പോകും. ആരും ആർക്കും ഒന്നും കൊടുക്കുകയില്ല. എല്ലാം അവശേഷിക്കും. ഇന്ന് നന്നായിരിക്കുന്നു, നാളെ പാപ്പരാകുന്നു. ആർക്കും ഒരു പൈസയും ലഭിക്കുവാൻ പോകുന്നില്ല. ആർക്കെങ്കിലും കൊടുക്കുകയും അവർ മരിച്ചു പോവുകയുമാണെങ്കിൽ പിന്നെ ആര് റിട്ടേൺ ചെയ്യുവാനാണ്? അതിനാൽ എന്താണ് ചെയ്യേണ്ടത്? ഭാരതത്തിൻ്റെ 21 ജന്മത്തേക്കുള്ള മംഗളത്തിന് വേണ്ടിയും പിന്നെ തൻ്റെ 21 ജന്മങ്ങളിലെ മംഗളത്തിന് വേണ്ടിയും ഉപയോഗിക്കണം. നിങ്ങൾ സ്വയം തനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതറിയുന്നുണ്ട്. ശ്രീമത്തനുസരിച്ച് നമ്മൾ ഉയർന്ന പദവി നേടുന്നു. അതിലൂടെ 21 ജന്മത്തേക്ക് സുഖവും ശാന്തിയും ലഭിക്കും. ഇതിനെയാണ് പറയുന്നത് അവിനാശിയായ ബാബയുടെ ആത്മീയ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും. ഇതിലൂടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ലഭിക്കുന്നു. ചിലർക്ക് ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഇല്ല. അപ്പോൾ ഹാപ്പിനെസ് ഉണ്ടായിരിക്കുകയില്ല. രണ്ടുമുണ്ടെങ്കിൽ ഹാപ്പിയുമായിരിക്കുന്നു. ബാബ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് രണ്ടും നൽകുന്നു. അത് 21 ജന്മങ്ങളിലേക്കായി ശേഖരിക്കണം. കുട്ടികളുടെ കാര്യമാണ് യുക്തി രചിക്കുക എന്നത്. ബാബയുടെ വരവിലൂടെ ദരിദ്രരായ കുട്ടികളുടെ ഭാഗ്യം തുറക്കുന്നു. ബാബയാണ് ദരിദ്രരുടെ നാഥൻ. സമ്പന്നരുടെ ഭാഗ്യത്തിൽ തന്നെ ഈ കാര്യങ്ങളില്ല. ഈ സമയം ഭാരതം ഏറ്റവും ദരിദ്രമാണ്. ആര് സമ്പന്നമായിരുന്നു അവർ തന്നെ ദരിദ്രമായിരിക്കുകയാണ്. ഈ സമയം എല്ലാവരും പാപാത്മാക്കളാണ്. എവിടെ പുണ്യാത്മാവുണ്ടോ അവിടെ ഒരു പാപാത്മാവ് പോലും ഉണ്ടാകില്ല. അതാണ് സത്യയുഗം, സതോ പ്രധാനം. ഇതാണ് കലിയുഗം, തമോ പ്രധാനം. നിങ്ങൾ ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സതോ പ്രധാനമാകാൻ. ബാബ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി നൽകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മൾ തന്നെ സ്വർഗവാസികളായിരുന്നു. പിന്നെ നമ്മൾ തന്നെ 84 ജന്മങ്ങൾ എടുത്തിരിക്കുകയാണ്. ബാക്കി 84 ലക്ഷം ജന്തുവർഗങ്ങൾ എന്നത്
കെട്ടുകഥയാണ്. ഇത്രയും ജന്മം ജന്തുവർഗത്തിലിരിക്കുമോ? അവസാനമുള്ള മനുഷ്യ പദവിയാണോ ഇത്? ഇനി തിരിച്ചു പോകേണ്ടതുണ്ടോ? ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. 40,000 50,000 വർഷങ്ങളില്ല. മനുഷ്യർ തീർത്തും ഘോര അന്ധകാരത്തിലാണ്. അതിനാൽ കല്ല് ബുദ്ധി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാകുന്നു. ഈ കാര്യങ്ങൾ ഏതെങ്കിലും സന്യാസിമാർക്കോ മറ്റോ പറഞ്ഞു തരുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ സ്മൃതി നൽകുന്നു, തിരികെ പോകേണ്ടതുണ്ട്. എത്ര സാധിക്കുമോ തൻ്റെ ബാഗേജസ് ട്രാൻസ്ഫർ ചെയ്യൂ. ബാബ ഇവയെല്ലാം എടുത്തുകൊള്ളൂ. നമ്മൾ സത്യയുഗത്തിൽ 21 ജന്മത്തേക്ക് നേടും. ഈ ബാബയും ദാനപുണ്യം ചെയ്യുമായിരുന്നു. വളരെ താല്പര്യമുണ്ടായിരുന്നു. വ്യാപാരികൾ 2 പൈസ ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കുന്നു. ബാബ 1 അണ മാറ്റിവെക്കുമായിരുന്നു. ആര് തന്നെ വന്നാലും വാതിൽക്കൽ നിന്നും വെറും കൈയോടെ പോകരുത്. ഇപ്പോൾ ഭഗവാൻ സന്മുഖത്ത് വന്നിരിക്കുകയാണ്. ഇതാർക്കും അറിയില്ല. മനുഷ്യർ ദാനപുണ്യം ചെയ്ത് മരിച്ചു പോകും. പിന്നെ എവിടെയായിരിക്കും ലഭിക്കുക? പവിത്രമാകുന്നില്ല, ബാബയോട് പ്രീതി വയ്ക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, യാദവരുടേതും കൗരവരുടേതും വിനാശകാലേ വിപരീത ബുദ്ധിയാണ്. പാണ്ഡവരുടേത് വിനാശകാലേ പ്രീതബുദ്ധി. യൂറോപ്പ് വാസികളെല്ലാം യാദവരാണ്. അവർ മിസൈൽസും മറ്റും കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്രങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്! ഡ്രാമ പ്ലാൻ അനുസരിച്ച് അനേകം ശാസ്ത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ പ്രേരണയുടെയോ മറ്റോ കാര്യമില്ല. പ്രേരണ എന്നാൽ വിചാരം. ബാബ പ്രേരണയിലൂടെ പഠിപ്പിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇദ്ദേഹവും ഒരു വ്യാപാരിയായിരുന്നു. നല്ല പേരുണ്ടായിരുന്നു. എല്ലാവരും മാന്യത കൊടുത്തിരുന്നു. ബാബ പ്രവേശിച്ചു. ഇദ്ദേഹം അപഖ്യാതി കേൾക്കുവാനും തുടങ്ങി. ശിവബാബയെ അറിയുന്നില്ല. ശിവബാബയെ അപകീർത്തിപ്പെടുത്തുവാൻ സാധിക്കില്ല. അപകീർത്തി ഇദ്ദേഹത്തിനാണ് ഉണ്ടാകുന്നത്. കൃഷ്ണൻ പറഞ്ഞുവല്ലോ, ഞാൻ വെണ്ണ കഴിച്ചിട്ടില്ല എന്ന്. ഇദ്ദേഹവും പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം ശിവബാബയുടേത് ആണ്. ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല. ഇന്ദ്രജാലക്കാരൻ ആ ഒന്നാണ്, ഞാനല്ല. വെറുതെ ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു. ഞാൻ ആരെയെങ്കിലും അപഹരിച്ചു, നിങ്ങൾ ഓടിവരൂ എന്ന് ആരോടും പറഞ്ഞില്ല. ഞാൻ അവിടെ തന്നെയായിരുന്നു. ഇവർ സ്വയമേ ഓടി വന്നതാണ്. വെറുതെ ദോഷം ആരോപിച്ചിരിക്കുകയാണ്. എത്ര അപകീർത്തി കേട്ടു! എന്തെല്ലാം കാര്യങ്ങളാണ് ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത്! ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് വീണ്ടും ഉണ്ടാകും. ഇത് മുഴുവൻ ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. ഏതെങ്കിലും മനുഷ്യന് ഇത് ചെയ്യുവാൻ സാധിക്കില്ല. അതും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തിൽ ആരുടെയെങ്കിലും അടുക്കൽ ഇത്രയും കന്യകമാരും മാതാക്കളും ഇരിക്കുക എന്നത് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആരുടെയെങ്കിലും ബന്ധു വരുമായിരുന്നപ്പോൾ ഉടൻ ഓടിക്കുമായിരുന്നു. ബാബ പറഞ്ഞിരുന്നു, ഇവരെ പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ. ഞാൻ ആരെയും വിലക്കുന്നില്ല. പക്ഷേ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ബാബയുടെ ശക്തി ഉണ്ടായിരുന്നുവല്ലോ. നത്തിങ് ന്യൂ. ഇതെല്ലാം വീണ്ടും സംഭവിക്കും. അപകീർത്തിയും കേൾക്കേണ്ടി വരും. ദ്രൗപദിയുടെയും കാര്യമാണ്. ഇവരെല്ലാം ദ്രൗപദിമാരും ദുശാസനനുമാണ്. ഒരാളുടെ കാര്യമായിരുന്നില്ല. ശാസ്ത്രങ്ങളിൽ ഈ കെട്ടുകഥകൾ ആരാണ് എഴുതിയത്? ബാബ പറയുന്നു, ഇതും ഡ്രാമയിലെ പാർട്ടാണ്. ആത്മാവിൻ്റെ ജ്ഞാനം തന്നെ ആരിലുമില്ല. തീർത്തും ദേഹാഭിമാനിയായി ഇരിക്കുകയാണ്.
ദേഹി അഭിമാനി ആകുന്നതിൽ പ്രയത്നമുണ്ട്. രാവണൻ തീർത്തും തലകീഴാക്കി. ഇപ്പോൾ ബാബ നേരെയാക്കുന്നു. ദേഹി അഭിമാനി ആകുന്നതിലൂടെ സ്വതവേ സ്മൃതി ഉണ്ടായിരിക്കുന്നു. നമ്മൾ ആത്മാവാണ്. ഈ ദേഹം വാദ്യോപകരണമാണ്. ഈ സ്മൃതിയെങ്കിലും ഉണ്ടായിരിക്കുമെങ്കിൽ ദൈവിക ഗുണങ്ങളും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആരെയും ദുഃഖിപ്പിക്കുവാനും സാധിക്കില്ല. ഭാരതത്തിൽ തന്നെയാണ് ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നത്. 5000 വർഷങ്ങളുടെ കാര്യമാണ്. ആരെങ്കിലും 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നുവെങ്കിൽ ഘോര അന്ധകാരത്തിലാണ്. ഡ്രാമയനുസരിച്ച് എപ്പോഴാണോ സമയം പൂർത്തിയായത് അപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എൻ്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കൂ. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ ഉള്ളിൽ എന്തെല്ലാം ആശകളുണ്ടോ അത് ബാക്കിയാകും. തീർച്ചയായും മരിക്കേണ്ടതുണ്ട്. ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. എത്രത്തോളം തൻ്റെ മംഗളം ചെയ്യുവാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വെറും കൈയോടെയായിരിക്കും പോകുന്നത്. മുഴുവൻ ലോകത്തിനും വെറും കൈയോടെ പോകേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾ മാത്രമാണ് നിറ കൈയോടെ, അതായത് ധനികരായി പോകുന്നത്. ഇതിൽ മനസ്സിലാക്കുന്നതിന് വലിയ വിശാല ബുദ്ധി ആവശ്യമാണ്. എത്ര ധർമ്മത്തിലുള്ള മനുഷ്യരുണ്ട്. ഓരോരുത്തരുടെയും തൻ്റേതായ ആക്ട് നടക്കുന്നു. ഒരാളുടെ ആക്ട് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. എല്ലാവരുടെയും ഫീച്ചേഴ്സും അവരവരുടേതാണ്. എത്ര അനേകം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വണ്ടർഫുള്ളായ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ബാബു പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നമ്മൾ ആത്മാക്കൾ 84ൻ്റെ ചക്രം കറങ്ങുന്നു. നമ്മൾ ആത്മാവ് ഈ ഡ്രാമയിൽ ആക്ടറാണ്. ഇതിൽ നിന്നും നമുക്ക് മാറിപ്പോകുവാൻ കഴിയില്ല. മോക്ഷം നേടുവാൻ കഴിയില്ല. പിന്നെ ട്രൈ ചെയ്യുന്നതും വെറുതെയാണ്. ബാബ പറയുന്നു, ഡ്രാമയിൽ നിന്നും ആരെങ്കിലും മാറിപ്പോവുകയും ഇനിയൊരാൾ ചേർക്കപ്പെടുകയും ചെയ്യുക എന്നത് സംഭവ്യമല്ല. ഇത്രയും ജ്ഞാനം മുഴുവനും എല്ലാവരുടെയും ബുദ്ധിയിലിരിക്കുക സാധ്യമല്ല. മുഴുവൻ ദിവസത്തിലും ഇങ്ങനെ ജ്ഞാനത്തിൽ രമണം ചെയ്യണം. 1 നാഴിക, അരനാഴിക ഇത് ഓർമ്മിക്കൂ. പിന്നെ അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. 8 മണിക്കൂർ സ്ഥൂല സർവീസ് ചെയ്തുകൊള്ളൂ. വിശ്രമിക്കുകയും ചെയ്യൂ. ഈ ആത്മീയ ഗവൺമെൻറ്റിൻ്റെ സേവനത്തിനും സമയം നൽകൂ. നിങ്ങൾ തന്നെ സേവനമാണ് ചെയ്യുന്നത്. ഇതാണ് മുഖ്യമായ കാര്യം. ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. പിന്നെ ജ്ഞാനത്തിലൂടെ ഉയർന്ന പദവി നേടണം. തൻ്റെ ഓർമ്മയുടെ മുഴുവൻ ചാർട്ട് വയ്ക്കൂ. ജ്ഞാനമാണെങ്കിൽ സഹജമാണ്. ബാബയുടെ ബുദ്ധിയിലുണ്ട്, ഞാൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഇതിൻ്റെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. നമ്മളും ബാബയുടെ കുട്ടികളാണ്. ബാബ ഇത് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ചക്രം തിരിയുന്നത് എന്ന്. ആ സമ്പാദ്യത്തിന് വേണ്ടിയും നിങ്ങൾ 8-10 മണിക്കൂർ നൽകുന്നില്ലേ? നല്ല ഇടപാടുകാരെ ലഭിക്കുമ്പോൾ രാത്രി പോലും ഒരിക്കലും കോട്ടുവ വരുന്നില്ല. കോട്ടുവ ഇട്ടുവെങ്കിൽ ഇയാൾ ക്ഷീണിതനാണ് എന്ന് മനസ്സിലാക്കുന്നു. ബുദ്ധി പുറത്തെവിടെയെങ്കിലും അലയുന്നുണ്ടാകും. സെൻറ്ററിലും വളരെ ജാഗ്രതയുള്ളവരായി ഇരിക്കണം. ഏത് കുട്ടികളാണോ മറ്റുള്ളവരുടെ ചിന്തനം നടത്താതെ തൻ്റെ പഠനത്തിൽ തന്നെ ലഹരി പിടിച്ചിരിക്കുന്നത്, അവരുടെ ഉന്നതി സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ചിന്തനം നടത്തി തൻ്റെ പദവി ഭ്രഷ്ടമാക്കരുത്. ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. ആരെങ്കിലും നല്ലതല്ല സംസാരിക്കുന്നതെങ്കിൽ ഒരു കാതിലൂടെ കേട്ട് മറു കാതിലൂടെ പുറത്ത് കളയും. എപ്പോഴും സ്വയം തന്നെ നോക്കണം, അല്ലാതെ മറ്റുള്ളവരെ അല്ല. തൻ്റെ പഠനം ഉപേക്ഷിക്കുവാൻ പാടില്ല. വളരെ പേർ ഇങ്ങനെ പിണങ്ങുന്നു. വരുന്നത് നിർത്തുന്നു, പിന്നീട് വരുന്നു.
വന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോകുവാനാണ്? സ്കൂൾ ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. തൻ്റെ തന്നെ കാലിന്മേൽ കോടാലി വയ്ക്കുകയാണ്. നിങ്ങൾ തൻ്റെ പഠനത്തിൽ ലഹരി പിടിച്ചിരിക്കൂ, വളരെ സന്തോഷമായിരിക്കൂ. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, പിന്നെ എന്ത് വേണം? ഭഗവാൻ നമ്മുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ആ ഒന്നുമായാണ് ബുദ്ധിയുടെ യോഗം ചേർക്കുന്നത്. ആ ഒന്ന് മുഴുവൻ ലോകത്തിൻ്റെയും നമ്പർ 1 പ്രിയതമനാണ്. നമ്മളെ നമ്പർ 1 വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, നിങ്ങളുടെ ആത്മാവ് വളരെ പതീതമാണ്, പറക്കുവാൻ സാധിക്കുന്നില്ല, ചിറകുകൾ മുറിക്കപ്പെട്ടിരിക്കുന്നു. രാവണൻ എല്ലാ ആത്മാക്കളുടെയും ചിറക് മുറിച്ചിരിക്കുകയാണ്. ശിവ് ബാബ പറയുന്നു, എനിക്കല്ലാതെ മറ്റാർക്കും പാവനമാക്കി മാറ്റുവാൻ സാധിക്കില്ല. എല്ലാ ആക്ടേഴ്സും ഇവിടെയുണ്ട്, വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ ആരും തന്നെ പോകുന്നില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം തൻ്റെ ചിന്തനത്തിലും പഠനത്തിലും ലഹരി പിടിച്ചിരിക്കണം. മറ്റുള്ളവരെ നോക്കരുത്. ആരെങ്കിലും നല്ലതല്ല സംസാരിക്കുന്നതെങ്കിൽ ഒരു കാതിലൂടെ കേട്ട് മറ്റൊന്നിലൂടെ പുറത്തു കളയണം. പിണങ്ങി പഠനം ഉപേക്ഷിക്കരുത്. ജീവിച്ചിരിക്കെ സർവ്വതും ദാനം ചെയ്ത് തൻ്റെ മമത്വം മാറ്റണം. പൂർണ്ണമായും വിൽ ചെയ്ത് ട്രസ്റ്റിയായി ഭാരരഹിതമായി ഇരിക്കണം. ദേഹി അഭിമാനിയായി സർവ ദേവീ ഗുണങ്ങളും ധാരണ ചെയ്യണം. വരദാനം: ഭിന്നതകൾ ഇല്ലാതാക്കി ഏകത കൊണ്ടുവരുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണ പരിവാരത്തിൻ്റെ വിശേഷതയാണ് അനേകർ ഉണ്ടായിരിക്കുമ്പോഴും ഒന്നാണ്. താങ്കളുടെ ഏകതയിലൂടെ തന്നെയാണ് മുഴുവൻ വിശ്വത്തിലും ഒരു ധർമ്മത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും സ്ഥാപന ഉണ്ടാകുന്നത്. അതിനാൽ വിശേഷ അറ്റൻഷൻ നൽകി ഭിന്നതകളെ ഇല്ലാതാക്കൂ, ഏകത കൊണ്ടുവരൂ. അപ്പോൾ സത്യമായ സേവാധാരി എന്ന് പറയും. സേവാധാരി സ്വയം പ്രതിയല്ല, എന്നാൽ സേവനത്തെ പ്രതിയാണ്. സ്വയം തൻ്റെ സർവ്വതും സേവനത്തെ പ്രതി സ്വാഹ ചെയ്യുന്നു. ഏതുപോലെ സാകാര ബാബ സേവനത്തിൽ എല്ലുകളും സ്വാഹ ചെയ്തുവോ, അതേപോലെ താങ്കളുടെ ഓരോ കർമ്മേന്ദ്രിയത്തിലൂടെയും സേവനം നടന്നുകൊണ്ടിരിക്കട്ടെ. സ്ലോഗൻ: പരമാത്മാ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ, അപ്പോൾ ദുഃഖങ്ങളുടെ ലോകം മറന്നുപോകും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. സദാ സ്മൃതി വയ്ക്കൂ, കമ്പൈൻഡ് ആയിരുന്നു, കമ്പൈൻഡ് ആണ്, കമ്പൈൻഡ് ആയിരിക്കുകയും ചെയ്യും. അനേകം തവണ കമ്പൈൻഡ് സ്വരൂപമായതിനെ വേർപെടുത്തുവാൻ കഴിയും വിധത്തിലുള്ള ശക്തി ആർക്കുമില്ല. സ്നേഹത്തിൻ്റെ അടയാളമാണ് കമ്പൈൻഡ് ആയിരിക്കുന്നത്. ഇത് ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും കൂട്ടുകെട്ടാണ്. പരമാത്മാവാണെങ്കിൽ എവിടെയും കൂട്ടുകെട്ട് നിറവേറ്റുന്നു. ഓരോരുത്തരുമായും കമ്പൈൻഡ് രൂപത്തിലൂടെ പ്രീതിയുടെ രീതി നിറവേറ്റുന്നവനാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു.
ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവ ഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.